നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പുതിയ സീസൺ തുടങ്ങുമ്പോൾ ഏർലിംഗ് ഹാലൻഡ് എന്ന ഗോൾ മെഷീൻ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓണാവും. സീസണിലെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോളടിക്കുന്നത് ഹാലൻഡ് ഒരു പതിവാക്കി തീർത്തിരിക്കുകയാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് എത്തിയതിനു ശേഷം 2022-23 ആദ്യ സീസൺ വെസ്റ്റ് ഹാമിനെതിരെ ആദ്യ മത്സരത്തിൽ 2 ഗോളുകളാണ് അദ്ദേഹം നേടിയത്. കഴിഞ്ഞ സീസൺ 2023-24 ബേൺലിക്കെതിരെ ആദ്യ മത്സരം, പ്രീമിയർ ലീഗിൽ ആദ്യ മത്സരം, ഇരട്ട ഗോളുകളാണ് ഏർലിംഗ് ഹാലൻഡ് നേടിയത്. ഇപ്പോഴിതാ 24-25 സീസണിലെ ആദ്യ മത്സരം ചെൽസിക്കെതിരെ ആദ്യ മത്സരത്തിൽ തന്നെ ഗോൾ അടിച്ചിരിക്കുന്നു. ചുരുക്കത്തില് ഒരു പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഈ ഗോൾ മെഷീൻ ഓൺ ആവും. ഈ ഗോൾ അടിച്ചത് ഫസ്റ്റ് ഷോട്ടിലാണ്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഷോട്ടാണ്, 4ാമത്തെ മാത്രം ടച്ച് ആയിരുന്നു. ഏതായാലും അദ്ദേഹത്തിന്റെ ഗോളിൽ തുടങ്ങിയ സിറ്റി പിന്നെ കൊവാസിച്ചിന്റെ കിടിലൻ ഗോൾ കൂടി വന്നതോടെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്കാണ് സ്റ്റാംഫോർഡ് ബ്രിഡ്ജിൽ ചെൽസിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ടൈറ്റിൽ ഡിഫൻസ് വിജയത്തോടുകൂടി തുടങ്ങിയിരിക്കുന്നു പെപ് ഗാർഡിയോളയുടെ സംഘം എന്ന് തന്നെ പറയണം. മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഏർലിംഗ് ഹാലൻഡ് അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ കളിക്കാൻ ഇറങ്ങുന്നത്. ഒപ്പം സാവിയോയും KDBയും ബെർണാഡോ സിൽവയും ഡോക്കുവും ഒക്കെ ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ജാക്സൺ എൻഗുങ്കു, എൻസോ പാൽമർ തുടങ്ങിയവർ ചേർന്നുകൊണ്ടാണ് ചെൽസിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 18ാമത്തെ മിനിറ്റിലാണ് ഏർലിംഗ് ഹാലൻഡിന്റെ ഗോൾ പിറക്കുന്നത്. മത്സരം പുരോഗമിക്കവേ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ 1 ഗോളിന്റെ ലീഡിലാണ് സിറ്റി കയറിപ്പോയത്. ആദ്യ പകുതിയിൽ മികച്ച പ്രകടനമാണ് സാവിയോ നടത്തിയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തിന് അവസാനം ഒരു നോക്ക് കിട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിന്നീട് 2ാം പകുതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയായിരുന്നു. ഫിൽ ഫോഡൻ പകരം കളിക്കളത്തിലേക്ക് വന്നു. 2ാം പകുതിയിൽ 84ാമത്തെ മിനിറ്റിലാണ് കൊവാസിച്ചിന്റെ ഗോൾ പിറക്കുന്നത്. 25 വാര അകലെ നിന്ന് കിടിലൻ ഒരു ഷോട്ടിലൂടെയാണ് അദ്ദേഹം തന്റെ പഴയ ക്ലബിന്റെ വലയിലേക്ക് പന്തെത്തിക്കുന്നത്. അതോടുകൂടി സിറ്റി ആ മത്സരം സ്വന്തമാക്കുകയും ചെയ്തു. ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയത്തോടെ സിറ്റി ഇതാ പുതിയ സീസൺ ആരംഭിച്ചിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വേണ്ടി എത്താം.